നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. കേരളത്തിലെ ടീമിന്റെ ചെറുവിരലൊന്ന് അനങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ അദ്ദേഹം ഇത്രയും വലിയ അപ്രിസിയേഷൻ കിട്ടിയെങ്കിൽ 10 കൊല്ലം കൂടെ ചേർന്നാലോ? കാരണം ഇന്ത്യ ലെറ്റ്സ് കുക്ക് ടുഗദർ എന്ന് പറയുന്ന ആ ഒരു പാചക പരിശീലന പരിപാടിയിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള RCM കുടുംബാംഗങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യേ ഗുഡ്ഡോട്ട് ഉൽപ്പന്നങ്ങൾ കൊണ്ട് എങ്ങനെ നല്ല റെസിപ്പി ഉണ്ടാക്കണമെന്ന് പഠിക്കാൻ തയ്യാറായി. ആ ഗ്രൂപ്പിൽ ഒരു 640 പേരുണ്ട്. ഓരോ പരിശീലനവും കഴിയുമ്പോൾ ഓരോരുത്തരും തയ്യാറാക്കിയ വിഭവങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് ആ ഗ്രൂപ്പിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാണല്ലോ, ഇത് ഗുഡ്ഡോട്ട് ആണോ എന്ന് നമുക്ക് സംശയം വരും. അത്ര ഗംഭീരമായിട്ട്. ഞാൻ പറയുന്നത് ഏകദേശം 1,00,000 ആളുകൾ കേരളത്തിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്ന് കഷ്ടിച്ചൊരു 600-640 പേര് ആ പ്രോഗ്രാമിൽ പേര് രജിസ്റ്റർ ചെയ്തു. പക്ഷെ തുടർച്ചയായിട്ട് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് ഏകദേശം 150 പേരാണ്. അതിൽ അവസാനം ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷയിൽ 124 പേര് പങ്കെടുത്തു. അതിൽ പാസ്സായതായിട്ട് അവർ ഡിക്ലെയർ ചെയ്ത് സമ്മാനം കൊടുത്ത ആളുകൾ 85 പേരാണ്. ശരിക്കു പറഞ്ഞാൽ ഈ 85 പേരും അവരുടെ പ്രമോഷനും കൊണ്ടാണ് കേരളത്തിലെ ടീം ഗുഡ്ഡോട്ടിന്റെ കാര്യത്തിൽ 135% വളർച്ച നേടിയത്. സോ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിങ്ങളെ അഭിനന്ദിക്കാം. ഈ ഇരിക്കുന്ന 225 പേര് വിചാരിച്ചാൽ അതിനേക്കാൾ എത്രയോ വലുത് ചെയ്യാൻ കഴിയും. അപ്പോൾ എവിടെയെങ്കിലും ആ വളർച്ച അതിനനുസരിച്ച് എൻ്റെ ടീമിൽ ഉണ്ടായിട്ടില്ല എന്ന് ആർക്കെങ്കിലും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ചെക്ക് യുവർ സെൽഫ്. സ്വയം ഒന്ന് നോക്കുക, ഞാനും എൻ്റെ ടീമും എന്താണ് ചെയ്യുന്നത്. ഇന്നലെ നമുക്ക് വളരെ മനോഹരമായൊരു പ്രോഗ്രാം സുജി സാറ് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടു. 5 ന്യൂട്രിചാർജ് വുമൺ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മനീഷ മാഡം അതിൻ്റെ ഒരു പ്രസന്റേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ പരിധി വിട്ടുപോയി. മാഡം പറഞ്ഞത് ദിവസവും ഒരാളോടെങ്കിലും നിങ്ങൾ പറയും 1 ന്യൂട്രിചാർജ് വുമണെങ്കിലും സെയിൽ ചെയ്യുകയും ചെയ്യാൻ പറ്റിയാൽ എന്ന് പറഞ്ഞപ്പോൾ അവർ തയ്യാറാക്കിയിരിക്കുന്ന ആ ടൂൾ, അതായത് ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂൾ, ഒരു ഹാൻഡ് ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ന്യൂട്രിചാർജ്. അത് ഹിന്ദിയിലാണ് ആദ്യം തയ്യാറാക്കിയത്, പിന്നീട് മലയാളത്തിലും ഇപ്പോൾ ഇംഗ്ലീഷിലും തയ്യാറായിട്ടുണ്ട്. അത് ജൂലൈ 28-ാം തീയതി രാജ്യത്തിൽ നടക്കുന്ന പ്രോഗ്രാമിൽ ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ തക്കവണ്ണം അവിടെ എത്തിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ ഒരു ടൂൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം, എങ്ങനെ ഉപയോഗിക്കാം ന്യൂട്രിചാർജ് വുമൺ പ്രൊമോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരു തിരിച്ചുപോയി. കാരണം ഇന്ത്യയിലെ ഏതാണ്ട് 70%, 69% എന്നാണ് കണക്ക് പറയുന്നത്. 69% സ്ത്രീകളും ഹീമോഗ്ലോബിൻ കുറവുള്ളവരാണ്. അതിൽ പെൺകുട്ടികൾ, സ്കൂൾ കോളേജ് ഗോയിങ് കുട്ടികൾ അതിനേക്കാൾ ഉയർന്ന ശതമാനത്തിലാണ്. എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ള അന്വേഷണത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ നട്ടം തിരിയുകയാണ്. കഴിഞ്ഞ 14 വർഷമായിട്ട് ന്യൂട്രിചാർജ് ആശയമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. ഓരോ പ്രൊഡക്റ്റും അരിച്ചു പെറുക്കി നോക്കിയാൽ ഏറ്റവും മികച്ചതായിട്ട് ആളുകൾ സംശയലേശമന്യേ പറയുന്നത് ന്യൂട്രിചാർജ് വുമണാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആളോട് പറയുമ്പോൾ ഞാനിത് വാങ്ങണോ ഉപയോഗിക്കണോ എന്ന് ആളുകൾക്ക് സംശയം തോന്നും. എന്നാൽ ഈ ഒരു ഹാൻഡ് ബുക്ക് കാണിച്ച് ഒരു പെൺകുട്ടിയോട്, ഒരു സ്ത്രീയോട് അവരുടെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ എന്താണെന്ന് അവരെ സ്വയം ബോധ്യപ്പെടുത്തുമ്പോൾ അവരാദ്യം ചോദിക്കാൻ പോകുന്നത് ഈ ബുക്ക് ഒരെണ്ണം എനിക്ക് തരുമോ എന്നായിരിക്കും. കാരണം അവർക്കിത് ബോധ്യപ്പെട്ടു, മറ്റൊരാളെ കാണിക്കണമെങ്കിൽ ഈ ബുക്ക് എൻ്റെ കയ്യിൽ വേണം. പിന്നെ ഇതിനുള്ള പരിഹാരം, ആ പരിഹാരവും ആ ബുക്കിനകത്ത് തന്നെ കാണിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും വളരെ വിദ്യാസമ്പന്നരായ ആളുകളാണ് കേരളത്തിലുള്ളത്. ധാരാളം സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്രൊമോഷൻ വേണ്ടി ആരെങ്കിലും തയ്യാറായാൽ ദിവസവും ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു എന്ന് കരുതുക. ഞാൻ പറഞ്ഞു, എല്ലാവരും ചെയ്യാൻ വേണ്ടി അല്ല പറയുന്നത്, അത് എല്ലാവർക്കും ചെയ്യാനും പറ്റില്ല. ആരെങ്കിലും ചെയ്താൽ ഞാനും ചെയ്യും, ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്യും. അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്.
അങ്ങനെ ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തിയാൽ എഫക്റ്റീവായിട്ടൊരു പ്രസൻറ്റേഷനും ഈ ടൂൾസ് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു 10-50 ന്യൂട്രിചാർജ് വുമണെങ്കിലും ഒരു സ്കൂളിൽ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയും. ഞാനത് കണക്കൂട്ടിയപ്പോൾ 4,65,000 PVക്ക് വേണ്ടിയിട്ട് ദിവസവും 50 ന്യൂട്രിചാർജ് വുമൺ വീതം സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരാൾക്ക് റോയൽറ്റിയിലേക്ക് വരാം. ഓരോ ബോക്സ് കൊടുക്കുമ്പോഴും കിട്ടുന്ന റീറ്റെയിൽ പ്രോഫിറ്റ്, അതിൻ്റെ PV തുടങ്ങിയ കാൽക്കുലേഷൻ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അതിന് അവർക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും കൊടുക്കാൻ നാം ലീഡേഴ്സ് തയ്യാറായാൽ ഇത് അപ്പുറവും നടക്കും. ഒരു പ്രോഗ്രാം അല്ല, 2 പ്രോഗ്രാം നടക്കാം. ഒരേ ദിവസം 4, 5, 7, 8 ഹോം മീറ്റിംഗ് നടത്തുന്ന ലീഡേഴ്സ് ഉണ്ട്. കഴിഞ്ഞ 2-ാം തീയതി കേരളത്തിലെ എമറാൾഡ് ആൻഡ് ലീഡേഴ്സ് 2 ദിവസം, അതായത് ഒരു ദിവസം കറുകുറ്റിയിൽ തങ്ങിക്കൊണ്ടാണ് കേരളത്തിലെ ടീമിൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ച് ചർച്ച ചെയ്ത് ആസൂത്രണം ചെയ്തത്. അത് അടുത്ത ദിവസം ടെക്നിക്കൽ എച്ചേഴ്സുമായിട്ട് പങ്കുവെക്കുകയും അത് ടീമിൽ നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഫുൾ ടൈം അല്ലെങ്കിൽ റൗണ്ട് ദ ക്ലോക്ക് ആർച്ചം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള വലിയൊരു ടീമും ലീഡേഴ്സും ഉള്ളപ്പോൾ, ഞാൻ പറഞ്ഞത് ഒരു പ്രോഗ്രാം ഒരു ദിവസം എന്നാണ്. ഒരു ടീമിന് തന്നെ അല്ലെ ഒരാൾക്ക് തന്നെ 2 പ്രോഗ്രാം ഒരു ദിവസം നടത്താൻ ഒരു പ്രയാസമില്ല. ആദ്യം ഇത് ആളുകളെ ഒന്ന് കൺവിൻസ് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്നതിന് ഒരല്പം പ്രയാസം ഉണ്ടായേക്കാം. പക്ഷെ അതിനുശേഷം അതിങ്ങനെ തുടർച്ചയായിട്ട് പോകും. എത്ര സ്കൂളുകളാണ് കേരളത്തിലുള്ളത്? ഒരു സംശയം വേണ്ട, ന്യൂട്രിചാർജ് വുമൺ കൊണ്ട് മാത്രം ടെക്നിക്കലും എമറാൾഡും ഒക്കെ അടിക്കുന്ന ആളുകൾ നമ്മുടെ ടീമിലുണ്ടാവും. അത്രയ്ക്കും പൊട്ടൻഷ്യൽ ഉള്ളതാണ് ആ ഒരു ടൂൾ. ആ ഒരു ടൂള് മാത്രമല്ല, അതിനോടൊപ്പം 2 ചെറിയ ഹാൻഡ് ബുക്കുകളൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഇന്നലെ വളരെ വിശദമായിട്ട് മാഡം പറഞ്ഞിരുന്നു. ഇതെല്ലാം നമുക്ക് ജൂലൈ 28-ാം തീയതി രാജഗിരിയിലെ പ്രോഗ്രാമിൽ ലഭ്യമാകും. 50 രൂപയാണ് അതിൻ്റെ വില നിശ്ചയിച്ചിരിക്കുന്നത്. 1-ന് 1 ഫ്രീ എന്ന് പറഞ്ഞാൽ 25 രൂപയ്ക്ക് ഒരെണ്ണം കിട്ടും. ഒരാൾ 100 രൂപയ്ക്ക് വാങ്ങിക്കാൻ തയ്യാറായാൽ ഒരു സ്റ്റാർ അച്ചീവർക്ക് അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്ന് 60 പേർക്ക് ഇത് കൊടുക്കാൻ പറ്റിയാൽ അവർ അയച്ചു തരാമെന്ന് പറയുന്ന ഒരു യൂണിറ്റ്, 240 പീസിൻ്റെ ഒരു യൂണിറ്റ് നേരിട്ട് ഫ്രീ ആയിട്ട് അവിടെ ഡെസ്റ്റിനേഷൻ അവർ എത്തിച്ചു തരും, വിത്തൗട്ട് എനി കൊറിയർ ചാർജ്. ഇത് ജൂലൈ 28-ാം തീയതിക്ക് ശേഷമാണ് ഇങ്ങനെ അയച്ചു കൊടുക്കുക. ജൂലൈ 28-ാം തീയതി 2,500 പേര് വരുമ്പോൾ 10 പീസ് വീതം ഒരാൾ വാങ്ങിച്ചാൽ സത്യം പറഞ്ഞാൽ കമ്പനി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പീസുകൾ തീരും. കാരണം 25,000 എണ്ണമാണ് ഞാൻ ഓർഡർ പറഞ്ഞത്. അത്രയും വേണോ എന്ന് എന്നോട് പലരും ചോദിച്ചു. പക്ഷേ ഈ ടൂളിനെ കുറിച്ചൊന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി, കേരളത്തിലെ ആക്റ്റീവായിട്ടുള്ള അസോസിയേറ്റ് ബയേഴ്സ്, പ്രത്യേകിച്ചും ഇത്രയധികം സ്ത്രീകൾ ആക്റ്റീവായിട്ടുള്ള നമ്മുടെ ടീം ഇതല്ല ഇതിൽ കൂടുതൽ ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നി. ഇന്നലത്തെ മീറ്റിങ്ങിലെ പ്രതികരണം കണ്ടപ്പോൾ മനീഷ മാഡം പറഞ്ഞു, നോ പ്രോബ്ലം, ഒരു 4 ഇരട്ടി കൂടെ വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാക്കി തരാം, അല്പം സമയം തന്നാൽ മതി. ജൂലൈ 28-ാം തീയതിയിലെ ആ പ്രോഗ്രാമിലെ പെർഫോമൻസിന് ശേഷം ബാക്കി എത്ര പ്രിന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. 2,500 പേര് 10 പീസ് വീതം വാങ്ങിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ സ്റ്റോക്ക്. നിങ്ങളുടെ ടീമിൽ ആർക്കൊക്കെ വേണം, എത്ര വേണമെന്ന് കണക്കൂട്ടുക. അഡ്വാൻസ് ബുക്കിംഗ് ഒന്നുമില്ല, അവിടെ കൗണ്ടറിൽ പൈസ കൊടുക്കുക, വാങ്ങുക. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. 5 ന്യൂട്രിചാർജ് വുമൺ സ്വന്തം ഐഡിയിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് വീരാംഗന വീർ ക്ലബിൻ്റെ ഭാഗമാകാനുള്ള ഒരു അസുലഭ അവസരം വന്നിരിക്കുകയാണ്. ജൂൺ മാസം മുതലാണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. ജൂൺ മാസം 30 വരെ അങ്ങനെ പർച്ചേസ് ചെയ്ത ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം തന്നിരുന്നു. ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, മലയാളത്തിലുള്ള ക്ലാസ്. ബുധനാഴ്ച വൈകുന്നേരം 9-നും 9 മുതൽ 10 വരെ 1 മണിക്കൂറാണ് ക്ലാസ് ഉള്ളത്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇപ്പോൾ നടക്കുകയാണ്. ജൂലൈ മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നവർക്കും ഓഗസ്റ്റ് മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ തുടർന്ന് വരുന്ന മാസത്തെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ വീരാംഗന വീർ ക്ലബിൽ ജോയിൻ ചെയ്യാൻ കഴിയും. 5 ന്യൂട്രിചാർജ് വുമൺ വീതം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ പർച്ചേസ് ചെയ്താൽ 15 എണ്ണം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ബാഡ്ജിന് അർഹതയുണ്ടാവും. ഇനി ഇത് 3 മാസവും 5 വീതം പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല.
ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ ഒന്നിച്ചോ 3 മാസം കൂടെ ചേർന്നോ എപ്പോഴാണോ 15 പീസ് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്ക് ആ ബാഡ്ജിന് അർഹതയുണ്ടാവും. ജൂലൈ 28-ാം തീയതി രാജ്യത്തിൽ നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ആരൊക്കെയാണോ ഇത്തരത്തിൽ 15 ന്യൂട്രിചാർജ് വുമൺ കംപ്ലീറ്റ് ചെയ്യുകയും ക്ലബിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവർക്ക് ആ പ്രോഗ്രാമിൽ വെച്ച് ആ ബാഡ്ജ് കിട്ടാനുള്ള ഭാഗ്യമുണ്ടാവും. ഒത്തിരി പേര് ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അത് പറഞ്ഞതിന് ശേഷം ഞാനും കംപ്ലീറ്റ് ചെയ്യും, ഞാനും ചെയ്യുന്നുണ്ട് എന്ന് ധാരാളം ആളുകൾ ആ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. നമ്മൾ സ്റ്റാർ ആൻഡ് ലീഡേഴ്സാണ്. നമ്മുടെ ടീമിൽ ആരൊക്കെയാണ് ചെയ്യുന്നത്, ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കി അവരെ ഇത് അറിയിക്കുക. കാരണം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാത്ത, മീറ്റിങ്ങിനെക്കുറിച്ച് അറിയാത്ത ഒത്തിരി ആളുകൾ നമ്മുടെ ടീമിലുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ സെയിൽ ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അവരറിയാതെ പോകരുത്. അവർക്ക് ഈ അവസരം പറഞ്ഞു കൊടുക്കുക. ജൂൺ ജൂലൈ അതായത് ഈ മാസം 22-ാം തീയതിക്കുള്ളിൽ 15 ന്യൂട്രിചാർജ് വുമൺ കംപ്ലീറ്റ് ചെയ്താലും അവർ വീരാംഗന ഐവർ ക്ലബ്ബിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ബാഡ്ജിന് അർഹത കിട്ടും. അതുപോലെ 5 ന്യൂട്രിചാർജ് വുമണെങ്കിലും സ്വന്തം പേരിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ അതും കിട്ടും. ഇനിയിപ്പോൾ 15 ചെയ്യാൻ പറ്റിയില്ല, വീരാംഗന ഐവർ ക്ലബ്ബിൽ രജിസ്റ്റർ ചെയ്തോളൂ, ക്ലാസ് ഒന്നും ചെയ്യാൻ തുടങ്ങാൻ പറ്റിയില്ല, സ്റ്റിൽ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളുകൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ അവിടെ പ്രോഗ്രാമിൽ കിട്ടുന്നുണ്ടാവും. ഇതൊക്കെ ജൂലൈ 28-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൻ്റെ പ്രത്യേകതകളാണ്. ആ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ആർസിഎമ്മിൻ്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയ ഇന്ത്യയിലെ ഇന്നത്തെ ഡയറക്ട് സെല്ലിങ്ങിൻ്റെ കുലപതി ആയിട്ടുള്ള ഡയമണ്ട് ഡോക്ടർ സുരേന്ദ്ര ഭട്ട് സാർ, അദ്ദേഹമാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ്. ആ ഹാളിൽ നമ്മൾ അനവധി പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഓരോ സെലിബ്രേഷൻ ആയിരുന്നു. ഓരോ സെഗ്മെന്റിൽ മികവ് തെളിയിച്ച ആളുകളുടെ പെർഫോമൻസും സെലിബ്രേഷനും റെക്കഗ്നിഷനും ഒക്കെ ആയിരുന്നു. അവിടെ ഒരു എഡ്യൂക്കേഷൻ ഇവന്റ് നമുക്ക് ഇതുവരെ വേണ്ടവണ്ണം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. ഡോക്ടർ സുരേന്ദ്ര ഭട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹം പറഞ്ഞത് 2001 ഞാൻ ആർസിഎമ്മിൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് കേരളത്തിനോടുള്ള കടപ്പാടൊന്ന് വീട്ടണമെന്ന്. അതിനുവേണ്ടി കേരളത്തിലേക്ക് ആർസിഎം എത്തിക്കാൻ ഞാൻ കിണഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരുന്നു. പക്ഷേ വിചാരിച്ച പോലെ പറ്റിയില്ല. 2005 അദ്ദേഹം ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരു നോർത്ത് ഇന്ത്യക്കാരനായ എയർഫോഴ്സുകാരനിലൂടെ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് കടന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മളിൽ എത്ര പേര് ഇതിന് തയ്യാറാകും? അദ്ദേഹത്തിന് ഹിന്ദി മാത്രമേ അറിയൂ. അദ്ദേഹത്തിന് അറിയത്തില്ലാത്ത ഭാഷ മലയാളം, കന്നഡ, തെലുങ്ക്, തമിഴ്. ഈ 4 ഭാഷകളും കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനത്തിലെ എൻ്റയർ ബിസിനസിൻ്റെ ഓണറായിട്ട് അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസി ആൻഡ് പേഷ്യൻസ്, തുടർച്ചയായി ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ക്ഷമയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ തമിഴ്നാട്ടിലൊക്കെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ 8ഉം 10ഉം പേരാണുള്ളത്. ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇത്രയും പണച്ചെലവ് ചെയ്ത് വന്നിട്ട് 8ഓ 10ഓ പേരുള്ളെങ്കിലും അദ്ദേഹത്തിന് യാതൊരു ഭാവമാറ്റവുമില്ല. അദ്ദേഹം പറഞ്ഞത് നോ പ്രോബ്ലം. അദ്ദേഹത്തിന് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ വന്നാൽ അദ്ദേഹം ഹിന്ദിയിൽ പറയുന്ന കാര്യം മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഒരാൾ, തമിഴ്നാട്ടിൽ തമിഴിൽ പറഞ്ഞു കൊടുക്കാൻ ഒരാൾ, കർണാടകത്തിൽ കന്നഡയിൽ പറഞ്ഞു കൊടുക്കാൻ ഒരാൾ, ആന്ധ്രയിൽ ചെന്നാൽ അവിടെ തെലുങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഒരാൾ. അവരിലൂടെ അദ്ദേഹം കെട്ടിപ്പടുത്ത ആ മഹാസാമ്രാജ്യം ഇന്ന് വേറൊരാൾക്കും കടന്നു വരാൻ പറ്റാത്ത വണ്ണം വളർന്ന് പന്തലിച്ച് വേരുറച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ. ഇന്ന് അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അനുദിനം ഈ ടീം പ്രോഗ്രസ് ചെയ്തുകൊണ്ട് ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അദ്ദേഹത്തിന്. എന്നാലും ആ കൺസിസ്റ്റൻസിയുടെ തെളിവാണ്, ടീമിനോടുള്ള കെയറിങ്ങിൻ്റെ തെളിവാണ്. ഓരോ 3 മാസവും കൂടുമ്പോൾ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹം നമ്മുടെ അടുത്ത് എത്തുന്നു. ഇത്തവണത്തെ ആ പ്രോഗ്രാമിൽ നിങ്ങളുടെ ടീമിൽ നിന്ന് എത്ര പുതിയ ആളുകളെ നിങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുമോ? പുതിയ ആളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അസോസിയേറ്റ് ബയേഴ്സ് ജോയിൻ ചെയ്ത ആളുകളിൽ പുതിയ ആളുകൾ എത്ര പേരാണോ അവരെ നിങ്ങൾ എണ്ണമിട്ട് വിളിച്ച് പങ്കെടുപ്പിക്കുക. കാരണം ഓരോ മാസവും കേരളത്തിൽ ഏകദേശം 6000-നും 8000-നും ഇടയ്ക്ക് പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ജോയിൻ ചെയ്ത ആളുകൾ എത്ര പേരുണ്ടെന്ന് നോക്കൂ.
ഇവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാർ അച്ചീവർ ടീമിൽ പോലും 100-200 പേരുണ്ടാവും. ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ഒരു 10 പേരെ ഇന്നിപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന നാം ഓരോരുത്തരും അവിടെ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനം എടുത്താൽ അവിടുത്തെ ഹാൾ ഫുള്ളാവും. ഹാൾ എങ്ങനെയാണെങ്കിലും ഫുള്ളാകും. നമ്പർ ഓഫ് പീപ്പിൾ അറ്റൻഡിങ് ബിഗ് ഇവന്റ്സ് വിൽ ഡിറ്റർമിൻ യുവർ സക്സസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ടീമിൽ നിന്ന് വലിയ പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണമാണ് നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്ന ഘടകം. സുജി സാർ പറഞ്ഞത് അദ്ദേഹം വലിയൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് വിൽവാരയിൽ പോയിട്ടാണ്. കേരളത്തിലെ ഓരോ ലീഡർമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, വലിയൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ തീരുമാനമെടുത്തത്. യെസ്, എൻ്റെ അനുഭവം ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡർ ഗോകുമാർ സാർ പറഞ്ഞ് ഞാൻ ആർസിമിൽ വന്നെങ്കിലും അദ്ദേഹത്തോട് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ആർസിമിൽ മെമ്പർഷിപ്പ് എടുത്തത്. മെമ്പർഷിപ്പ് എടുക്കുന്നതോ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതോ ഒരു കമ്മീഷൻ കിട്ടുന്നതോ ഒരു ചെറിയ മീറ്റിംഗ് പങ്കെടുക്കുന്നതോ ഒന്നും ഒരു തീരുമാനമെടുക്കാൻ കാരണമാകണമെന്നില്ല. എന്നാൽ 2006 ഞാനൊരു വലിയ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് എൻ്റെ കണ്ണു തുറന്നത്. ആ ഓപ്പർച്യൂണിറ്റി എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെച്ച് പൂർണ്ണമായി ആർസിമിലേക്ക് ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചു. ഇന്ന് നാം എത്തി നിൽക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇക്കഴിഞ്ഞ 7-ാം തീയതി ഡൽഹിയിൽ നടന്ന നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിൽ 30 വയസ്സിൽ താഴെയുള്ള ധാരാളം ചെറുപ്പക്കാർ ആർസിമിലെ പുതിയ അച്ചീവേഴ്സ് ആയിട്ട് അവിടെ വന്നു. അപ് ടു സ്റ്റാർ പേൾ വരെയുള്ള ആളുകൾ, 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർ. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കേണ്ട കാര്യമില്ല. കാരണം വിദ്യാഭ്യാസം ആർസിമിൽ ഒരു പരിഗണന വിഷയമേ അല്ല. നമുക്ക് കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു, ആകാശ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ആകാശായിരുന്നു കേരളത്തിലുള്ള ഒരു പ്രതിനിധി. അവിടെ കണ്ട ആളുകൾക്ക് കിട്ടിയ ഊർജം എന്ന് പറഞ്ഞാൽ അവിടെ സംസാരിച്ചവർ മുഴുവൻ ഹൈലി ക്വാളിഫൈഡ്. ഡോക്ടർ സുരേന്ദ്ര സാറിൻ്റെ മകൻ ആമസോൺ എന്ന് പറയുന്ന കമ്പനിയിൽ ആരും കൊതിക്കുന്ന വലിയ ജോലിയിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം അത് വിട്ടെറിഞ്ഞിട്ട് ആർസിഎം അച്ഛനോടൊപ്പം ചെയ്യുന്നു. ആർസിഎമ്മിൻ്റെ ആദ്യത്തെ കോടിപതിയായ മുകേഷ് കൊഠാരിയുടെ മകൾ അഞ്ജലി, അവരുടെ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കാണാം. ഭാഷ അറിയില്ലെങ്കിൽ നിങ്ങൾ കേട്ടു നോക്കണം. എന്തൊരു പ്രസരിപ്പോടുകൂടി ആ കുട്ടി പറയുന്നത്, ആർസിഎമ്മിനേക്കാൾ 1 വയസ്സ് മാത്രമാണ് എനിക്ക് പ്രായം കൂടുതലുള്ളത്. എൻ്റെ അച്ഛൻ ആർസിഎം തുടങ്ങിയ കാലം മുതൽ ഞാൻ അറിയുന്നതാണ്. പക്ഷേ ആർസിഎമ്മിൻ്റെ സീക്രട്ട് ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് 22 വർഷം വേണ്ടി വന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അവരും ആരും കൊതിക്കുന്ന വലിയൊരു ജോലിയിൽ, അതായത് ബോംബെയിലെ സിനിമാ ഫീൽഡിലെ താരങ്ങളുടെ എന്താണ് പിന്നെ സ്ഥാനപ്പേര് എനിക്ക് പറയാൻ കിട്ടുന്നില്ല, അവരുടെ പ്രൊമോഷൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തിരുന്ന അവർ പറഞ്ഞത് അവിടെ ലൈഫ് ഉണ്ടായിരുന്നില്ല, പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർസിഎമ്മിലാണ് ഞാൻ യഥാർത്ഥത്തിൽ ലൈഫ് കാണുന്നത്. ടൈം ഫ്രീഡം, മണി ഫ്രീഡം, എൻജോയ്മെൻറ്റ്, അങ്ങനെ എന്തൊക്കെയാണോ ഒരാൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം കിട്ടുന്ന ഒരു സംവിധാനം ആർസിഎമ്മിൽ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ച് ഇപ്പോൾ അച്ഛനോടൊപ്പം ആർസിഎമ്മിൽ ഇറങ്ങിയിരിക്കുന്നത്. 2 ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അല്പം മുമ്പ് ഡോക്ടർ രാജൻ സാറുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം ഡൽഹിയിൽ മതിയോ, എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ ഇതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൂടാ? യെസ്, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ണൂരിൽ ടെക്നിക്കൽ ടീച്ചർ റിഷാൽ മുൻകൈ എടുത്തുകൊണ്ട് ശ്രീജി സാറിനെയും അർജുൻ സാറിനെയും അതിഥികളായി വെച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം കണ്ണൂരിൽ നടക്കുകയാണ്. ആദ്യമായിട്ട് നെക്സ്റ്റ് ജനറേഷൻ ഇവൻ്റ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ആർസിഎം പോകുന്ന വഴി നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല, അത്ര നിസ്സംഗതയോടെ കാണേണ്ട കാര്യമല്ല. സ്കൈ റോക്കറ്റിംഗ് ആർസിഎം വളരെ വേഗത്തിൽ മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഭ്യസ്തവിദ്യരും എന്താ പറയുക അംബീഷ്യസുമായിട്ടുള്ള ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് ഇത് എത്തുമ്പോൾ അവർ വണ്ടി ഓടിക്കും, നിങ്ങൾ പുറകിൽ ഇരുന്നാൽ മതി. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ടീമിലുള്ള ആളുകളെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ അല്പം ഉത്സാഹം കൂടുതൽ കാണിക്കണം. ഇവിടെ തോൽവിയും ജയവുമില്ല. നിങ്ങൾ എത്ര ചെയ്താൽ നിങ്ങൾ പാസ്സാകും, ഇത്ര ചെയ്തില്ലെങ്കിൽ തോറ്റുപോകുമെന്നില്ല. പക്ഷേ എത്ര കൂടുതൽ ചെയ്യുന്നുവോ, എത്ര കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നോ, അതനുസരിച്ച് നമ്മുടെ ടീമിൻ്റെയും വളർച്ച വേഗത്തിലാകും. അപ്പോൾ 28-ാം തീയതി നടക്കാൻ പോകുന്ന പ്രോഗ്രാമിൽ, സാധാരണ അവിടെ നടക്കുന്ന പ്രോഗ്രാമൊക്കെ ഏതെങ്കിലും നിബന്ധനയ്ക്ക് വിധേയമായിട്ടാണ്. എന്നാൽ ഇത്തവണ പൂർണ്ണമായിട്ടും യാതൊരു നിബന്ധനയുമില്ല. ആദ്യം ടിക്കറ്റ് വാങ്ങിക്കുന്ന ആളുകൾക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ടീമിലുള്ളവർ അറിയാത്ത പ്രശ്നമേ ഉള്ളൂ. ഇങ്ങനൊരു പരിപാടിയുണ്ട്,
നിങ്ങൾ ആരോടൊക്കെ നിങ്ങളുടെ കൂടെ ആരെയൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് നിങ്ങളുടെ ടീമിലുള്ള ഒരു 20 പേരെ ഡയറക്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ടീമിൽ നിന്ന് ധാരാളം ആളുകൾ പങ്കെടുക്കാൻ തയ്യാറാകും. ടെക്നിക്കൽ ചേഴ്സ് മുഖാന്തരം മാത്രമേ നമുക്ക് ഇതിന് ടിക്കറ്റ് കിട്ടൂ. അവിടെ കൗണ്ടർ സെയിൽസ് ഒന്നും ഉണ്ടാവില്ല. ഇന്ന് തന്നെ നിങ്ങളുടെ ടീമിലുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ടിക്കറ്റ് ഉറപ്പുവരുത്തുക, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഒപ്പം ന്യൂട്രിചാർജിൻ്റെ റിഫ്രഷർ ടാർഗറ്റ് ചെയ്തതിലൂടെ ടീഷർട്ടിന് അർഹത നേടിയ ആളുകൾ രജിസ്റ്റർ ചെയ്യാൻ ഒരു ലിങ്ക് കൊടുത്തിരുന്നു. പക്ഷേ ആ ലിങ്ക് പല പ്രാവശ്യം നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തെങ്കിലും അച്ചീവ് ചെയ്ത പല ആളുകളും അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ചില ടെക്നിക്കൽ അച്ചീവേഴ്സ് പോലും അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കാണുമ്പോൾ അവരുടെ ടീമിലുള്ള അസോസിയേറ്റ് ബയേഴ്സിന് ആര് പറഞ്ഞു കൊടുക്കും എന്നൊരു ചോദ്യമുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുടെ ലിസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാനത് ഡിസ്ട്രിക്ട് വൈസ് സോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സെഷന് ശേഷം ഞാനത് പയനിയർ ഗ്രൂപ്പിലും എലൈറ്റ് റോയൽസിലും ഷെയർ ചെയ്യുന്നുണ്ടാകും. അത് നോക്കി നിങ്ങളുടെ ടീമിലുള്ള ആളുകളോട് രജിസ്റ്റർ ചെയ്യാൻ പറയുക. അവിടെ ജൂലൈ 28-ന് ന്യൂട്രിചാർജിൻ്റെ ടീഷർട്ട് ധരിച്ച ധാരാളം ആളുകൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടാകും. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ടീമിലെ അച്ചീവ് ചെയ്ത ആളുകളും അച്ചീവ് ചെയ്യാൻ കഴിയുമായിട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ആളുകളും നിങ്ങളോട് ചോദിക്കും, അല്ല ലീഡറെ ഇതെന്താ നമുക്ക് കിട്ടാഞ്ഞത് എന്ന്. അങ്ങനെ ചോദിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. എലിജിബിലിറ്റി ഉള്ള ആളുകളെ മുഴുവൻ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. ഒത്തിരി ദൂരെ നിന്ന് വന്ന് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് ചിലവാകില്ലേ? പിന്നെ ചിലവാകില്ലേ അല്ലേ? ആർസിമിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ചിലവല്ല, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നഴ്സറി ക്ലാസ്സിൽ പോകുന്നത് അമ്മയുടെ കൈ പിടിച്ച് വീട്ടിനടുത്താണ്, നടന്നു പോകാം. 10 മണിക്ക് പോയി 12 മണിക്ക് തിരിച്ചു വരാം. നഴ്സറി ക്ലാസ്സിൽ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പ്രൈമറി സ്കൂളിലേക്ക് പോകുമ്പോൾ പിന്നെ അമ്മയുടെ കൈ പിടിച്ച് പോകേണ്ട കാര്യമില്ല. അല്പം നടന്നു പോകണം. കൂട്ടുകാരുടെയൊക്കെ കൂടെ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. വഴിയിൽ തെരുവുനായകളെ കാണും, ചിലപ്പോൾ തിരിഞ്ഞോടും, ചിലപ്പോൾ അതിനെ കല്ലെറിഞ്ഞ് ഓടിക്കും. പതുക്കെ പതുക്കെ മുമ്പോട്ട് പോകും. പ്രൈമറി സ്കൂൾ കഴിയുമ്പോൾ UP സ്കൂൾ അല്പം കൂടെ ദൂരെ ആയിരിക്കും, ഹൈസ്കൂൾ അല്പം കൂടെ ദൂരെ ആയിരിക്കും അല്ലേ? ഉയർന്ന വിദ്യാഭ്യാസം വേണമെങ്കിൽ ഡിഗ്രിയും അതുപോലെ പ്രൊഫഷണൽ കോഴ്സും ഒക്കെ പഠിക്കണമെങ്കിൽ വീടും വീട്ടുകാരെയൊക്കെ വിട്ട് ദൂരെ പോയി നിൽക്കാൻ, കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവണം. എങ്കിലും മാത്രമേ ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയൂ. എൻ്റെ ഒരു കസിൻ മലയാളം അത്യാവശ്യം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം PhD ചെയ്യുന്നത് കൽക്കട്ടയിലാണ്. അപ്പോൾ കൽക്കട്ടയിൽ പോയി എങ്ങനെ അദ്ദേഹം ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ പ്രസംഗിക്കാനോ പച്ചക്കറി വാങ്ങിക്കാനോ അല്ല പോകുന്നത്, ഞാൻ പഠിക്കാനാണ് പോകുന്നത്. പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഭക്ഷണം കഴിക്കാൻ എനിക്ക് എൻ്റെ കയ്യും വായും എവിടെയാണെന്ന് അറിയാം, അത് മതി. സോ രാജഗിരിയിലോ ഡൽഹിയിലോ ബിൽവാരയിലോ ഒക്കെ നടക്കുന്ന നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ നമ്മുടെ ടീമിനോടൊപ്പം പങ്കെടുക്കുന്നത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും നമ്മുടെ ടീമിലുള്ളവരെ എക്സ്പെർട്ട് ആക്കാനുമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല. വരുന്ന ചെലവ് എഴുതി വെച്ചോളൂ. എത്ര കണക്ക് നിങ്ങൾ എഴുതി വെച്ചാലും നിങ്ങളുടെ ആർസിമിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കൽ ബോധ്യപ്പെടും. കാരണം ആർസിമിൽ നിന്ന് കിട്ടുന്ന പൈസ, ഒരു മാസത്തെ പൈസ കൊണ്ട് നിങ്ങൾ എക്കാലവും ചെലവ് ചെയ്ത് മുഴുവൻ തിരിച്ചു കിട്ടാൻ തക്കവണ്ണം RCM നമ്മളെ വളർത്തും. അതാണ് RCMലുള്ള എൻ ഗ്രാഫിൻ്റെ പ്രിൻസിപ്പിൾ. അത് സ്റ്റാർ ആൻഡ് അബോവ് ലീഡേഴ്സ് ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് കണ്ടിട്ട് വേണം ഉറങ്ങാൻ. എൻ ഗ്രാഫ് തുടക്കത്തിൽ എഫേർട്ട് കൂടുതലായിരിക്കും. അവിടെ സമയവും ചെലവും പണച്ചെലവും ഒക്കെ നിങ്ങൾക്ക് കൂടുതലുണ്ടാകും. റിട്ടേൺസ് വളരെ കുറവായിരിക്കും. എന്നാൽ ഗ്രാജുവലി നിങ്ങളുടെ എഫർട്ടും സമയവും കുറഞ്ഞ് ഒരു സമയമെത്തുമ്പോൾ പിന്നെ റിട്ടേൺസ് മാത്രമായിരിക്കും. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ആർസിമിൽ തനിയെ പണം വന്നുകൊണ്ടിരിക്കും. TCG പറയാറുണ്ട്, നമ്മൾ പണത്തിന് വേണ്ടി അല്ല RCM ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹം സബ് കാ ഹേ ഏക് ഹി മക്സദ് നയേ ഭാരത് കാ നിർമ്മാൺ. പൈസയ്ക്ക് വേണ്ടി അല്ല നമ്മൾ ചെയ്യുന്നത്, പക്ഷേ പൈസ കിട്ടും എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഏത് രീതിയിലും നമുക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയുണ്ടാവില്ല. അപ്പോൾ 28-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ടീമിൽ നിന്ന് എത്ര പേരെ പങ്കെടുപ്പിക്കണം
എന്ന് നിങ്ങൾ തന്നെ സ്വയം പ്ലാൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ 230 പേരുണ്ട്. 600ഓളം അല്ലെങ്കിൽ 500-ലധികം ആളുകൾ ആക്റ്റീവായിട്ടുള്ളവരാണ്. 50% ആളുകൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. നിങ്ങളുടെ ടീമിലെ നിങ്ങളുടെ അപ്ലൈനോ ഡൗൺലൈനോ ആയിട്ടുള്ള ആളുകൾ ആരാണെന്ന് നോക്കി മനസ്സിലാക്കി ഈ പ്രോഗ്രാമിൽ ഇല്ലാത്ത ആളുകളോട് ഇതിൻ്റെ പ്രാധാന്യം കൃത്യമായി പറഞ്ഞു കൊടുക്കുക. കാരണം ടീം ടുഗദർ എവരിബഡി അച്ചീവ്സ് മോർ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് എന്നോടൊപ്പം എൻ്റെ അപ്ലൈനോ ഡൗൺലൈനോ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എൻ്റെ എഫർട്ട് കുറച്ചുകൂടെ ലളിതമായിരിക്കും, രസകരമായിരിക്കും. അതുകൊണ്ടൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ടീമിലുള്ളവരെ കൂടെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അപ്പോൾ ടീഷർട്ട് രാജഗിരിയിൽ വേണ്ട ആളുകൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. ചെയ്യാത്ത ആളുകളെ അറിയിക്കാൻ വേണ്ടി ആ ലിസ്റ്റ് ഞാൻ അല്പസമയത്തിനകം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാകും. ഡിസ്ട്രിക്ട് വൈസ് സോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ അറിയാവുന്ന ആളെ വിളിച്ച് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചാൽ അവർക്ക് അവിടുന്ന് ആ ടീഷർട്ട് വാങ്ങാൻ കഴിയും. അതല്ലെങ്കിൽ പിന്നീട് PUCകളിലൂടെ പർച്ചേസ് ചെയ്യാനുള്ള വാങ്ങാനുള്ള ഓപ്ഷൻ ആയിരിക്കും. അതിന് വീണ്ടും വേറെ രജിസ്ട്രേഷൻ ലിങ്ക് വരും. അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവർ ഡിപ്പോയിലൂടെ PUCയിലൂടെ ആയിരിക്കും സാധനം കിട്ടുന്നത്. അത് എത്രമാത്രം കൃത്യതയോടെ കിട്ടുമെന്ന് എനിക്കറിയാം. കാരണം കീസോളിൻ്റെ ഗിഫ്റ്റുകൾ വന്നത് ഇന്നും പലരുടെയും ഗിഫ്റ്റ് ഡിപ്പോയിൽ ഇരിപ്പുണ്ട്. കാരണം ആ ഡിപ്പോയിൽ വന്നിരിക്കുന്നത് അവിടുന്ന് കളക്ട് ചെയ്യാൻ PUCക്കാർക്ക് അറിയില്ല അവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏത് PUCയുടെ പേരാണ് കൊടുത്തതെന്നോ ആ PUCയിൽ പോയി ചോദിക്കാനോ അസോസിയേറ്റ് പേർക്ക് കഴിയുന്നുണ്ടാവില്ല. അവരെന്നും കുറ്റം പറയുന്നത് നമ്മളെ ആയിരിക്കും. ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് എനിക്കൊരു സമ്മാനം കിട്ടാനുണ്ടായിരുന്നു, എൻ്റെ ലീഡർമാരാരും എനിക്കത് വാങ്ങിത്തരാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞ് പരിഭവം പറഞ്ഞ് ലീഡർമാരെ കുറ്റം പറഞ്ഞ് അവർ നടക്കുന്നുണ്ടാകും. അത് വരാതിരിക്കണമെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ളവർക്ക് മുഴുവൻ അവിടുന്ന് തന്നെ വാങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ അത് നന്നായിരിക്കും. പിന്നെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള പ്രൊമോഷൻ, അത് ഏത് പ്രോഗ്രാം ആണെങ്കിലും പ്രൊമോഷൻ നമ്മൾ അതിൻ്റെ യഥാർത്ഥ വശം ആളുകൾക്ക് മനസ്സിലാകത്തക്കവണ്ണം പറഞ്ഞു കൊടുക്കണം. 28-ാം തീയതിയിലെ പ്രോഗ്രാമിനെ കുറിച്ച് ഗ്രൂപ്പുകളിൽ അനവധി പോസ്റ്ററുകളും ചെറിയ വീഡിയോകളൊക്കെ വരും. അത് മാത്രം പോരാ, നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിലും, അത് സൂം പ്രോഗ്രാം ആവട്ടെ ഫിസിക്കൽ പ്രോഗ്രാമുകളാവട്ടെ, അവിടെയെല്ലാം ഇത് പറയണം. ആളുകളോട് വരാൻ പറയണം. ടിക്കറ്റ് വാങ്ങിച്ച ആളുകളുടെ ഫോട്ടോ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഇന്ന് അല്പം മുമ്പ് നോബിൾ സാർ എന്നോട് പറയുണ്ടായി, ടൂറ് പോയതാണ് സുഹൃത്തുക്കളെ, ടൂറ്. ആ ടൂറ് പോയടുത്ത് 80 ടിക്കറ്റ് ആളുകൾക്ക് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമുക്ക് നമ്മുടെ ടീമിൽ ആളുകൾക്ക് ഈ അവസരം ശരിയായിട്ട് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് അവസരത്തിലും ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ടിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ നിങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കൂ. ആരെയാണോ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അവരെ നേരിട്ട് വിളിച്ചു പറയൂ. ഒരുപക്ഷെ അവരാദ്യം ചില തടസ്സങ്ങളൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അവിടെ നടക്കാൻ പോകുന്നത് എന്താണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് അവർക്കൊരു വിഷ്വലൈസേഷൻ കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരാളും നോ പറയില്ല. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ ഓപ്പണർ മുതൽ മുകളിലേക്കുള്ള എല്ലാ അച്ചീവ്മെന്റുകൾക്കും അവിടെ റെക്കഗ്നിഷൻ. ആലോചിച്ച് നോക്കുക, ഒരു റോസപ്പൂവെങ്കിലും 10 പേരുടെ സാന്നിധ്യത്തിൽ കിട്ടിയാൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? എനിക്കൊരു സമ്മാനം കിട്ടുമ്പോൾ ഞാൻ മാത്രം വാങ്ങിച്ചാൽ മതിയോ? എന്നെ അറിയാത്തവർ കൈയടിക്കുന്നതാണോ? എൻ്റെ ടീമിൻ്റെ മുമ്പിൽ അത് വാങ്ങിക്കുമ്പോഴല്ലേ എനിക്ക് എൻ്റെ ടീമിൻ്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി നിൽക്കാൻ കഴിയുക. അതുകൊണ്ട് എനിക്കൊരു റെക്കഗ്നിഷൻ കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ടീമിനോടൊപ്പം അല്ലേ വരേണ്ടത്? ഇത്തവണത്തെ റെക്കഗ്നിഷനിൽ നമുക്കറിയാം, നമുക്ക് വളരെ അഭിമാനമുണ്ട്. ഒരു ടെക്നിക്കൽ അച്ചീവർ ഉണ്ട്, അതുപോലെ ധാരാളം റോയൽറ്റി സ്റ്റാർ അച്ചീവേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ആ സ്റ്റേജിൽ പുരസ്കാരം കിട്ടുമ്പോൾ അവരോടൊപ്പം ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ടാകും. ആ ഹാളിലിരിക്കുന്ന പല ആളുകളും യെസ്, അടുത്ത പ്രോഗ്രാമിന് ഞാനും ഇതുപോലെ ട്രോഫി വാങ്ങിക്കുമെന്ന് തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞു, 2006 ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാനെടുത്ത തീരുമാനമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സഫയർ ആയിരുന്ന് സംസാരിക്കാൻ എന്നെ ഇടയാക്കിയത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലും നിങ്ങൾ പങ്കെടുപ്പിക്കുന്ന പല ആളുകളും ഈ പ്രോഗ്രാമിൽ തീരുമാനമെടുക്കും. അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രോഗ്രാമിനെ കുറിച്ചുള്ള പ്രൊമോഷൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 10-20 പേരെങ്കിലും നിങ്ങൾ നേരിട്ട് വിളിക്കുക, ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക.
ഞാൻ സാറേ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു, സാറ് തന്ന പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു, സാറ് തന്ന വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു. സുഹൃത്തുക്കളെ, വീഡിയോയും ഫോട്ടോ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നത് അത്രയധികം ആൾക്ക് കാണാൻ കഴിയില്ല. ഒന്ന്, ആക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് മൊബൈൽ കയ്യിലെടുക്കാൻ സമയം ഉണ്ടാവില്ല. ഭക്ഷണം തന്നെ കഴിക്കുന്നത് ഒരു തരത്തിലായിരിക്കും. ഫോൺ എടുത്താൽ തന്നെ സംസാരിക്കുന്നതിനായിരിക്കും കൂടുതൽ സമയം വിനിയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നോക്കി എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പല സീനിയർ ലീഡേഴ്സും പറയാറുണ്ട്, സാറിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു, എനിക്ക് ഒന്ന് തിരിച്ച് വിളിക്കണമെന്നുണ്ടായിരുന്നു, എനിക്ക് സമയം കിട്ടിയില്ല. സാറിൻ്റെ വോയിസ് ഞാൻ കണ്ടു, പക്ഷെ എനിക്ക് കേൾക്കാൻ സമയം കിട്ടിയില്ല. കാരണം അത്രയധികം ഇൻവോൾവ് ആണ്. അപ്പോൾ നമ്മുടെ ടീമിൽ നിന്ന് ഒരു പണിയില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത കുറച്ച് ആളുകളെ അല്ല നമുക്ക് കൊണ്ടുവരേണ്ടത്. ആക്റ്റീവായിട്ടുള്ള, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ പലപ്പോഴും ഈ മെസ്സേജ് നോക്കാൻ പറ്റാത്ത കാറ്റഗറിയിലായിരിക്കും. അതുകൊണ്ട് അവരെ വിളിച്ച് പറയണം. അറ്റ്ലീസ്റ്റ് ഒരു 25 പേരെയെങ്കിലും നിങ്ങളുടെ ടീമിൽ നിന്നുള്ളവരെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഈ പ്രോഗ്രാമിന്റെ പ്രാധാന്യം വിളിച്ച് പറയുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവരോടൊപ്പം അവിടെ വരാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ RCM ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന 220 പേര് മാത്രം വിചാരിച്ചാൽ ആ ഹാള് നിറയും. ആ ഹാള് നിറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പ്രോഗ്രാമിൽ വന്നു കഴിയുമ്പോൾ പലപ്പോഴും പലർക്കും തോന്നും, ഞാൻ കുറച്ചുകൂടെ ആളുകളെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ കൂടെ 10 പേരോട് വന്നിരുന്നെങ്കിൽ എന്ന് നമുക്ക് പശ്ചാത്തപിക്കാൻ ഇടവരരുത്. അപ്പം അതുകൊണ്ട് പ്രൊമോഷൻ നന്നായിട്ട് ചെയ്യുക. ഇനിയുള്ള ദിവസം ധാരാളമാണ് നമുക്ക് ആളുകളെ എത്തിക്കാനായിട്ട്. ഞാൻ ധാരാളം ആളുകളെ പേഴ്സണലി വിളിച്ചു നോക്കി. അവർക്ക് ആർക്കും തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയില്ല. കാരണം ഫിസിക്കൽ പ്രോഗ്രാമുകളിൽ നമ്മളിത് പറയാറില്ല. ഫിസിക്കൽ പ്രോഗ്രാമുകളിൽ അത് ന്യൂട്രിചാർജ് ട്രെയിനിങ് ആവട്ടെ, കീസോളിൻ്റെ പ്രോഗ്രാം ആവട്ടെ, ഗുഡ്ഡോണിനാവട്ടെ, എന്താണെങ്കിലും ശരി, അവിടെ ഈ കാര്യം പറയുകയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതിലുപരി ടീമിലുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു 10-25 പേരെങ്കിലും നേരിട്ട് വിളിച്ച് പറയുക. അത് എല്ലാവരോടും പറയുക. വിളിച്ച് പറയുകയും പറയുകയും ചെയ്യുക. ഒരു സംശയം വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ നിന്ന് ധാരാളം നല്ല ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിയും. അവർക്ക് അവിടെ കിട്ടാൻ പോകുന്ന എഡ്യൂക്കേഷൻ, ഡയമണ്ട് സുരേന്ദ്രവത്സൻ എന്നാണ്, RCMന്റെ മാത്രമല്ല ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിങ്ങിന്റെ കുലപതിയാണ് അദ്ദേഹം. എല്ലാ എത്തിക്കലായിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗുകാരും ഒരേ സ്വരത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്നു. അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള എഡ്യൂക്കേഷനും ഗൈഡൻസുമാണ് നമ്മുടെ ടീമിന്റെ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അത് 100% സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിൽ വന്നിരിക്കുന്ന കഴിയുന്നത്ര പുതിയ ആളുകളെയും ആ പ്രോഗ്രാമിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. സുജിത് സാർ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഓഗസ്റ്റ് 4-നും ഓഗസ്റ്റ് 20-നും 25-നും നടക്കുന്ന പ്രോഗ്രാം. ഓഗസ്റ്റ് 4-ാം തീയതിയിലെ പ്രോഗ്രാം അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. 25-ാം തീയതിയിലെ രജിസ്ട്രേഷൻ അല്പം കൂടെ ബാക്കിയുണ്ട്. ഇതും രാജഗിരി നടത്താനായിരുന്നു കമ്പനിയുടെ സജഷൻ. എന്നാൽ കേരളത്തിലെ ആളുകളുടെ ആക്റ്റീവായ അസോസിയേറ്റ് ബയേഴ്സിന്റെ അവകാശമാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയധികം ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന വണ്ണം ഒരു വെന്യൂ വേണമെന്ന് ഞാൻ നിർബന്ധിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം കൂടെ ചേർത്ത് 4500 PV, അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ മാത്രം 2000 PV, അതുമല്ലെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്കും ടെർമിനേഷൻ ഒഴിവാക്കിയവർക്കും ജൂൺ മാസത്തിൽ സ്വന്തം ഐഡിയയിൽ 1000 PV, ഇങ്ങനെ 4 കാറ്റഗറി ഉള്ളവർക്ക് മാത്രമേ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരമുള്ളൂ. അവർ രജിസ്റ്റർ ചെയ്യണം. അവരെവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മളോടൊപ്പം പ്രോഗ്രാമിൽ കുറച്ച് പേര് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. ഓൺ ചെയ്തിരിക്കുന്ന ആരോടെങ്കിലും ഞാൻ ചോദിച്ചാൽ പറയുമോ? രജിസ്റ്റർ ചെയ്തവർ എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. സോണൽ ഇവന്റിൽ ഓഗസ്റ്റ് 25-ന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി രജിസ്റ്റർ ചെയ്ത ആളുകൾ. യെസ്, സുധീർ സാറുണ്ട്, ജിതിൻ സിംഗ്, റിജേഷ്, അനീഷ്, വിനോദ് സാർ, അരുൺ, ഷൈമ മാഡം, പ്രേംകുമാർ സാർ, വീണ മാഡം, സുജാത മാഡം, വാവ് ഗ്രേറ്റ്, ഷിഹാബുദ്ദീൻ സാർ, അക്ഷയ് കുമാർ, വിജയേട്ടൻ, ജോളി മാഡം, സുരേഷ് PB, യെസ്, പ്രഭാകരൻ സാർ. ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ വരുന്ന കുറേ പേരുകൾ അങ്ങ് വായിച്ചതാണ്. ഇനിയും ഹാൻഡ് റൈസ് ചെയ്യാത്ത ഒത്തിരി ആളുകളുണ്ട്. അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കണോ, ചോദിക്കുന്നത് കേട്ടില്ലെന്ന് മനസ്സിലാക്കണോ? ഏതായാലും ഞാൻ കൂടുതൽ ചോദ്യം ചോദിച്ച് സമയം കളയുന്നില്ല. അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ
നമ്മുടെ RCMന്റെ സൈറ്റിൽ rcmworld.com സൈറ്റിൽ ലോഗിൻ ചെയ്ത് നമ്മുടെ നമ്പരും പാസ്വേഡും അടിച്ച് കയറി കഴിഞ്ഞാൽ മാത്രമേ ആ രജിസ്ട്രേഷനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കാണാൻ കഴിയൂ. അതല്ലാതെ ടീഷർട്ട് കിട്ടാൻ വേണ്ടിയോ വീരാംഗന ക്ലബിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയോ കിട്ടിയ പോലെ ഒരു ലിങ്ക് വാട്സപ്പിലൂടെ വരില്ല. ആരാണോ അതിന് അർഹത നേടിയിട്ടുള്ള ആള് അയാളുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ മാത്രമേ അത് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ. ഞാനത് പറയാൻ കാരണം എന്താ അറിയോ? ഭൂരിപക്ഷം ആളുകളും RCMന്റെ ആപ്പ് പോലും തുറക്കാറില്ല. നമ്പർ ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഗിരീഷ് സാറ് പറഞ്ഞു, ഷാറംലാൽ ഗിരീഷ് സാറ് പറഞ്ഞു, ഇവിടെ ദിവേഷ് സാർ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി മനോഹരൻ സാറിന്റെ ഷോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് മാമനെ വിളിച്ചു ചോദിക്കും, മാമ എൻ്റെ നമ്പർ എത്രയാ സാധനം വാങ്ങിക്കാൻ. അങ്ങനെയാണ് പല അസോസിയേറ്റ് ബയേഴ്സും. നമ്മുടെ ടീമിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് RCMന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെയല്ലേ RCMന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നത്. അത് ലോഗിൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ക്യാപ്ച കോഡ് അടിക്കണം. അത് അടിച്ചു കട്ട് ചെയ്തു ഇതിനകത്ത് കയറി കൂടാൻ വലിയ പ്രയാസമാണ്. ഇതൊന്നും വേണ്ട. അപ്ലൈൻ ആരെങ്കിലും ചെയ്യുന്നത് ചെയ്തോട്ടെ നോക്കും. ഇവർ ചെയ്യില്ല. സുഹൃത്തുക്കളെ, ഒരു പൈസ പോലും കൊടുക്കാതെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇവന്റ്, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ട ആ പ്രദേശത്തൂടെ പോയാൽ മതി അല്ലേ? അത്രയ്ക്കും വൈബ്രേഷൻ ഉള്ളൊരു പ്രോഗ്രാം ആയിരിക്കും ഓഗസ്റ്റ് 25 നടക്കുന്നത്. അതിൽ കാശ് കൊടുത്ത് കയറാൻ പറ്റില്ല കേട്ടോ. ഒരു റെക്കമെൻഡേഷനും ഇല്ല. 3 മാസം കൊണ്ട് പറഞ്ഞ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത ആൾക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ടീമിൽ നിന്ന് അങ്ങനെ അർഹത നേടിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ക്ലോസ് ആകുന്നതിന് മുമ്പ് എത്രയും വേഗം അവരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാം. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ടീമിൽ അത്യാവശ്യം പർച്ചേസ് ചെയ്യുന്ന ആക്റ്റീവായിട്ടുള്ള ആളുകൾ ആരാണ്, കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തവർ ആരാണ്. ഇതൊരു ടെക്നിക്കൽ അച്ചീവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ ഒരു സ്റ്റാർ അച്ചീവർക്ക് വളരെ എളുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ടീമിൽ ജോയിൻ ചെയ്ത പുതിയ ആളുകൾ ആരാണ് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നവർ, ആരാണ് കൺസിസ്റ്റൻസി 2500 1500 ഒക്കെ ചെയ്യുന്നത്. വളരെ ഈസിയാണ്. അവരെ വിളിച്ചൊന്ന് ചോദിക്കുക, അല്ല സോണൽ ഇവന്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ പേര്, ദാറ്റ്സ് ഓൾ. അത് ചെയ്തില്ലെങ്കിൽ അവസരം ഉണ്ടായിട്ടും അവർക്ക് നഷ്ടപ്പെടും. അവർക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഓരോരുത്തർക്കും തന്നെയാണ് നഷ്ടം. അതുകൊണ്ട് ആ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ ടീമിലുള്ളവരെ ഒന്ന് ബന്ധപ്പെടുക. ഇന്നലെ നടന്ന ന്യൂട്രിചാർജിന്റെ പ്രോഗ്രാമിന് ശേഷം അധികം ലീഡേഴ്സ് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു നട്ഷൽ ഇൻഫർമേഷൻ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നു. അത് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് വിവരം മനസ്സിലാക്കാൻ വേണ്ടി അയച്ചു കൊടുക്കാൻ വേണ്ടി ആയിരുന്നു. നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. വെറുതെ വീഡിയോ അയച്ചു കൊടുത്താൽ മാത്രം പോരാ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ന്യൂട്രിചാർജ് വുമൺ, അതേപോലെ ആ ഹാൻഡ് ബുക്ക് വാങ്ങിക്കുന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. ടീമിലുള്ളവർക്ക് പങ്കുവയ്ക്കുക, അവരോട് ഓർഡർ എടുക്കുക. ന്യൂട്രിചാർജ് വുമൺ പ്രൊമോട്ട് ചെയ്യാനുള്ള ആ ഹാൻഡ് ബുക്കിൻ്റെ ഓർഡർ എടുക്കുക. ആദ്യം വാങ്ങിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഗുണം പിന്നീടുള്ളവർക്ക് അത്രയും കിട്ടിക്കൊള്ളുന്നില്ല. കാരണം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളിങ്ങനെ ഒരു ഹാൻഡ് ബുക്കുമായിട്ട് ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ സമീപിച്ച് അവരോട് ഈ ബുക്ക് തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് അവരുടെ ഹീമോഗ്ലോബിൻ നിലവാരം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർ തീർച്ചയായിട്ടും ചോദിക്കാൻ പോകുന്നത്, ഈ ബുക്ക് എനിക്ക് തരുമോ? കാരണം എൻ്റെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകളുണ്ട്, അവരോട് ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല, ഈ ബുക്ക് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുമെന്നായിരിക്കും. നിങ്ങൾ പറഞ്ഞു കൊടുത്ത അവർ എത്ര പേരെ ഈ ബുക്ക് കാണിച്ചാലും അവർക്കൊക്കെ ന്യൂട്രിചാർജ് ബോൺ കൊടുക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും, അല്ല നിങ്ങളുടെ ടീമായിരിക്കും. ഒരു സംശയം വേണ്ട. ന്യൂട്രിചാർജ് ബോൺ കൊണ്ട് മാത്രം ടെക്നിക്കലി ഉമ്രാളിലൊക്കെ ആകുന്ന ആളുകൾ കേരളത്തിലുണ്ടാകും. ഈ അവസരം ശരിയായി പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. ഒരു സെഗ്മെന്റ് മാത്രമല്ല, എല്ലാ സെഗ്മെന്റിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഹരിതജീവിനി ആണെങ്കിലും, ന്യൂട്രിചാർജ് ആണെങ്കിലും, കീസോൾ ആണെങ്കിലും, ഗാമ ഓർസലോൾ ആണെങ്കിലും, അതുപോലെ ഗുഡ് ഡോട്ട് ആണെങ്കിലും ഒക്കെ നമ്മുടെ ടീമിൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയണം. അതിൽ ഓരോ സെഗ്മെന്റിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ബിൽവാരയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞു. ഒക്ടോബർ 7ഉം 8ഉമാണ് നമുക്ക് ബിൽവാരയിൽ അക്കാഡമി ട്രെയിനിങ് പ്രോഗ്രാം എന്ന പേരിൽ നമുക്ക് അവസരം കിട്ടിയിരിക്കുന്നത്. ആ ട്രിപ്പിൽ ഡയമണ്ട് ക്ലബ്ബ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് സ്പെഷ്യലായിട്ടൊരു അവസരത്തിന് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്തൊന്നും ഡയമണ്ട് ക്ലബ് സെലിബ്രേഷൻ കമ്പനിയിൽ ഡയമണ്ട് ക്ലബ് സെലിബ്രേഷൻ മാത്രമായിട്ട് നടന്നിട്ടില്ല. അങ്ങനെ ഒരു അനുവാദം കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടും. ഡയമണ്ട് ക്ലബ് ചെയ്തിട്ടുള്ള ആളുകൾ നമുക്കറിയാം, അവിടെ 2 ദിവസം തങ്ങി
കമ്പനി ചെലവിൽ തന്നെ താമസവും ഭക്ഷണമൊക്കെ നേടിക്കൊണ്ട് ഇവിടെ ഒരു സെലിബ്രേഷൻ TCGയോടൊപ്പം നമുക്ക് ഇരുന്നൊരു ഫോട്ടോ എടുക്കാനും ആ ഡയമണ്ട് ക്ലബിന്റെ പിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനും ഒക്കെ ഉള്ള അവസരമാണ് ഡയമണ്ട് ക്ലബ് സെലിബ്രേഷൻ ഉള്ളത്. അങ്ങനെ നിങ്ങളുടെ ടീമിൽ നിന്ന് 12 മാസം കംപ്ലീറ്റ് ചെയ്ത ആളുകൾ ആരാണ് എന്നുള്ളൊരു ലിസ്റ്റ് എത്രയും വേഗം തയ്യാറാക്കി നിങ്ങളുടെ ടെക്നിക്കൽ അച്ചീവേഴ്സിനെ ഏൽപ്പിക്കുക. ടെക്നിക്കൽ അച്ചീവേഴ്സ് ത്രൂ എമറാൾഡ് അതിൻ്റെ ഒരു എന്താ പറയുക കളക്റ്റീവ് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമുണ്ട്. അത് കമ്പനി നമുക്ക് ഫോർവേഡ് ചെയ്ത് അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ തയ്യാറാക്കാം. അതിന് ആവശ്യത്തിനുള്ള നമ്പേഴ്സ് ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഡയമണ്ട് ക്ലബ് സെലിബ്രേഷൻ അവിടെ സംഘടിപ്പിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ വെറുതെ ഒരു വിസിറ്റ് പോലെ തന്നെ നമ്മൾ പോയി നമ്മൾ തിരിച്ചു വരുന്നുണ്ടാകും. അപ്പോൾ ഡയമണ്ട് ക്ലബ് സെലിബ്രേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ കൂടുതൽ എന്തിനു പറയുക കോൺഫിഡൻസ് തരുന്നതായിരിക്കും. ഒരു സെലിബ്രേഷൻ മൂഡ് കൂടെ ആയിരിക്കും. നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് വലിയ ഒരു ഒരു എന്താ പറയുക ഊർജം പകരാൻ അത് സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ ടീമിൽ ഡയമണ്ട് ക്ലബ്ബ്, സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ്, സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 12 മാസം കംപ്ലീറ്റ് ആളുകളുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ലീഡേഴ്സ് മുഖാന്തരം അത് സബ്മിറ്റ് ചെയ്യാം. അതുപോലെ ഗുഡ് ഡോട്ടിൻ്റെ ഒരു ടൂർ 2021 കമ്പനി തന്ന ഒരു ടൂർ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇല്ല സാർ, 9 മാസത്തേക്ക് ഇപ്പോൾ പരിഗണിക്കുന്നില്ല. അവർ 12 മാസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വരുന്ന അവസരമായിരിക്കും അവർക്ക് ചാൻസ് കിട്ടുക. 12 മാസം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ അവസരമുള്ളൂ. അപ്പോൾ ആ ടൂറിന് പോകാൻ പറ്റാതിരുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ചാൻസ് കൂടെ ഗുഡ് ഡോട്ട് അനുവദിച്ചിരിക്കുകയാണ്. ദിസ് എ ഫൈനൽ കോൾ. അതിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിട്ട് പോകാതിരുന്ന ആളുകൾക്ക് 9ഉം 10ഉം തീയതികളിൽ ഗുഡ് ഡോട്ടിൻ്റെ ടൂറിന് വേണ്ടിയിട്ട് ഉദയ്പൂരിൽ പങ്കെടുക്കാം. അപ്പോൾ ബിൽവാരയിൽ പോയി അവിടുന്ന് ഉദയ്പൂരിലേക്ക് പോകാം. ടൂറിന് വേണ്ടി മാത്രമുള്ളവർക്ക് നേരിട്ട് ഉദയ്പൂരിലേക്ക് വരാം. അതുപോലെ ഉദയ്പൂരിൽ പോകുന്നില്ലാത്ത ആളുകൾക്ക് ബിൽവാരയിൽ മാത്രം പോയിട്ട് തിരിച്ചു വരാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ യാത്ര സൗകര്യം അനുസരിച്ച് പ്ലാൻ ചെയ്യാം. സുജി സാർ പറഞ്ഞ പോലെ പോകണമെന്ന് അല്പമെങ്കിലും താല്പര്യമുള്ള ആളുകൾ എത്രയും വേഗം ടിക്കറ്റ് റിസർവ് ചെയ്യുക. എന്തെങ്കിലും കാരണവശാൽ പോക്ക് മാറ്റേണ്ടി വന്നാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ ക്യാൻസലിന് പൈസയെ പോകുള്ളൂ. ആലോചിച്ചിരുന്ന അവസാനം ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ 28-ാം തീയതി നടക്കാൻ പോകുന്ന പ്രോഗ്രാമിൽ റെക്കഗ്നിഷൻ അർഹതയുള്ള ആളുകളുടെ ലിസ്റ്റ് കൊടുക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ഓപ്പണർ മുതൽ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ഓപ്പണർ മുതൽ ടെക്നിക്കൽ അച്ചീവർ വരെ വന്നിട്ടുള്ള പുതിയ അച്ചീവ്മെന്റുകൾക്കാണ് നമ്മളവിടെ റെക്കഗ്നിഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിരുന്നു. ലിസ്റ്റ് കൊടുത്ത ആളുകളൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? എമറാൾഡ് ബിജു സാറിനെയാണ് ഏൽപ്പിക്കേണ്ടത്. സോ എമറാൾഡ് അച്ചീവേഴ്സ് അത് കളക്ട് ചെയ്ത് ബിജു സാറിന് എത്രയും വേഗം കൊടുക്കുക. അങ്ങനെ കൃത്യമായി കൊടുത്താൽ മാത്രമേ അവർക്ക് നമുക്ക് വേണ്ട മെഡലും മൊമെൻറ്റും ഒക്കെ സംഘടിപ്പിക്കാൻ കഴിയൂ. സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ നമുക്കതിനു വേണ്ടിയുള്ളൂ. ഞാൻ നോക്കുമ്പോൾ 3 പേര് മാത്രമാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ആളുകൾ കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അച്ചീവേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സ് ഇന്ന് തന്നെ നിങ്ങളുടെ ടെക്നിക്കൽ അച്ചീവേഴ്സിനെ, എമറാൾഡ് അച്ചീവേഴ്സിനെ ബന്ധപ്പെട്ട് ബിജു സാറിന് കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഓപ്പണർ മുതൽ മുകളിലേക്കുള്ള എല്ലാവരുടെയും പുതിയ അച്ചീവ്മെൻ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. അവർക്ക് അർഹമായ ഉപഹാരം അവിടെ കിട്ടാൻ അവസരം ഉണ്ടാകണം. ആർക്കും നമ്മുടെ അനാസ്ഥ കൊണ്ട് അവസരം നഷ്ടപ്പെടാനിട വരരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്.